രണ്ടാഴ്ചയിൽ ഓരോ ആനയെ കൊല്ലുന്നു, ഒരാളെ പോലും സസ്പെൻഡ് ചെയ്തിട്ടില്ല. തണ്ണീർക്കൊമ്പന്റെ മരണത്തിൽ കേരളത്തിനെതിരെ മേനകാ ഗാന്ധി. ആനനെ മനഃപൂർവ്വം അവിടെ നടക്കുന്ന ഒരു ആനനെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ അതിന് കൊമ്പൂരി എടുക്കലോ അല്ല ചെയ്യുന്നത്. നാട്ടുകാർക്ക് ഉപദ്രവമായിട്ടുള്ള ആനനെ പിടിച്ചു കെട്ടിയിട്ട് വേറെ സ്ഥലത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ മരിച്ചു എന്ന് പറയുന്നത് ഏത് ആനയാണ് കൊന്നിട്ടുള്ളത്, വെടിവെച്ച് കൊന്നിട്ടുള്ളത്? വെറുതെ ഓരോന്നോരോന്ന് പറയണേ. ഈ പട്ടികൾക്കും പൂച്ചകൾക്കും മാത്രമല്ല ജീവന് വിലയുള്ളത്, മനുഷ്യന്മാർക്കും വിലയുണ്ട്. അതേ വില രണ്ടിനും ഒരേ ജീവന്റെ വിലയാണുള്ളത്. അതാദ്യം മനസ്സിലാക്കാൻ പഠിക്കുക. മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഓരോ വന്യജീവികളെയും അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ടാണ് മാറ്റി ആൾക്കാരുടെ സാന്നിധ്യം ഇല്ലാത്തവിടേക്കാണ് മാറ്റിക്കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരാൾ മനഃപൂർവ്വം കൊണ്ട് കൊല്ലുകയല്ല. ഉപദ്രവമായിട്ടിരിക്കുന്ന സാധനങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിൽ വെട്ടിമാറ്റുക തന്നെ ചെയ്യണം. അല്ലാതെ ആഴ്ചയിലൊന്നും നമ്മുടെ കേരളത്തിൽ ഓരോരോ ആനകളിനെ കൊന്നിട്ടില്ല. അതുകൊണ്ട് ഒരാൾ സസ്പെൻഡ് ചെയ്യണ്ട. പിന്നെ ഈ മൃഗങ്ങളുടെ അടുത്തുള്ള സ്നേഹം നല്ല തന്നെയാണ്, പക്ഷെ അതിന്റെ